മനീഷ് ഐഷ മാത്യു കൂടി തുടരുന്നുണ്ട്. മനീഷ്, ആലപ്പുഴയിൽ ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഇത്തരത്തിൽ കുർവാ സംഘം എത്തുന്നത്. ഇന്നിപ്പോൾ ഈ പറയുന്നത് പോലെ എറണാകുളത്ത് സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. ഈ CCTV ദൃശ്യമൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഈ ആലപ്പുഴയിലെത്തിയ അതേ സംഘം തന്നെയാണ് പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഇതിൽ ആലപ്പുഴയിലെ തുടർച്ചയായ രണ്ടാം ദിവസമാണ് കുർവാ സംഘം എന്ന് സംശയിക്കുന്ന ഈ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം കാണുന്നത്. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച പുലർച്ചെയാണ് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയുടെയും മാല കവരുന്ന ഒരു സംഭവം പുന്നപ്പറയിൽ ഉണ്ടാകുന്നത്. അതിനോടടുത്ത് തന്നെ വളരെ 1 കിലോമീറ്റർ അടുത്ത് മാത്രമാണ് ഇന്നലെ രാത്രി സമാനമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതായത് പുന്നപ്പറയിൽ ഉണ്ടായിരുന്ന ഒരു യുവാവ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയി മടങ്ങി വരുന്ന വഴിക്ക് ഏകദേശം ഒരു 11:45 സംഭവം. മടങ്ങി വരുമ്പോൾ സംശയാസ്പദമായ നിലയിൽ ഒരാളെ കാണുന്നു. ഇയാൾ ആരെന്ന് നോക്കാൻ വേണ്ടി അയാൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ യുവാവ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചു. കാരണം ഇയാളൊരു ബർമുടയാണ് ധരിച്ചിരുന്നത്. ദേഹമാസകലനം കരിയോയിൽ പോലത്തെയുള്ള ദ്രാവകങ്ങൾ പുരട്ടിയിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ വാർത്തകളിൽ നിന്നൊക്കെ കുർവാ സംഘത്തെ പറ്റി മനസ്സിലാക്കിയ യുവാവ് ഇത് കുർവാ സംഘത്തിൽ ആരെങ്കിലും മയക്കം എന്നൊരു സംശയത്തിൽ ഇയാളെ തടയാൻ ശ്രമിച്ചു. പിന്നീട് ഇയാളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഈ യുവാവ് കളരി അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുർവാ സംഘം എന്ന് സംശയിക്കുന്ന ഈ മോഷ്ടാവിന്റെ കയ്യിൽ നിന്നുള്ള ആക്രമണത്തിൽ രക്ഷപ്പെടുന്നത്. ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന് നേരെ തറയിലുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ഇയാൾ വീശുകയാണ് ചെയ്തത്. പക്ഷേ യുവാവ് ഞൊടിയിടയിൽ തന്നെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അയാളുടെ ചുണ്ടിനാണ് പരിക്കേറ്റത്. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ മാസം 29-ലാണ് മണ്ണഞ്ചേരിയിൽ ആദ്യമായി ഈ കുർവാ സംഘത്തിന്റെ ഒരു സാന്നിധ്യം പോലീസ് കണ്ടെത്തുന്നത്. അന്നവിടെ ഒരു വീട്ടിൽ കയറി കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ കവർച്ച ശ്രമം നടത്തി. പക്ഷേ വീട്ടിലൊന്നും തന്നെ എടുക്കാനുണ്ടായിരുന്നില്ല. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ഒരു സംഘത്തിന്റെ ഒരു വിലസൽ ആലപ്പുഴയിലുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 6ഓളം മോഷണ ശ്രമങ്ങളാണ് ഈ സംഘം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 സ്ഥലങ്ങളിൽ നിന്ന് മോഷണം 3 സ്ഥലങ്ങളിൽ നിന്ന് കവർച്ച നടത്തുകയും ചെയ്തു. പ്രധാനമായിട്ടും പോലീസ് സംശയിക്കുന്നത് ഇത് കുർവാ സംഘമാണ് എന്നുള്ള കാര്യമാണ്. അതിന് പോലീസിനെ നയിക്കുന്നതിൽ ഒരു പ്രധാന കാരണം ഇവരുടെ നിലവിൽ പുലർത്തുന്ന ഈ മോഷണ രീതി തന്നെയാണ്. ഇന്നലെ കുർവാ സംഘവുമായി നേരിട്ട് സംഘടന നടത്തിയ യുവാവ് പറയുന്നതനുസരിച്ച് ഇയാളുടെ ദേഹമാസകലനം കരിയോയിൽ പോലത്തുള്ള ദ്രാവകം പുരട്ടിയിട്ടുണ്ടായിരുന്നു. അർദ്ധനഗ്നനായിട്ട് മുഖമറച്ചാണ് ഈ സംഘം എത്തുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇതിനു മുമ്പ് ആക്രമിക്കപ്പെട്ടവരിൽ നിന്നുള്ള ഇതിനു മുമ്പ് കവർച്ച നടത്തിയ വീടുകളിൽ നിന്നുള്ളവരുടെ എല്ലാം മൊഴിയെടുത്തപ്പോഴും സമാനമായ കാര്യങ്ങളാണ് പോലീസിനോട് ഇവർ പങ്കുവച്ചത്. ഇതാണ് പോലീസിന്റെ സംശയം, ഇത് കുർവാ സംഘമാണോ എന്ന കാര്യത്തിലേക്ക് ബലപ്പെടാനുള്ള ഒരു കാരണം. പ്രത്യേകിച്ച് കുർവാ സംഘത്തിന്റെ മോഷണ രീതി എന്ന് തന്നെ പറയുന്നത് ഇവർ പകൽ സമയങ്ങളിൽ വീടുകൾ കണ്ടെത്തുകയും രാത്രി ഈ വീടുകളിൽ എത്തുകയാണ് ചെയ്യുക. ഇവർ വീടുകളിൽ എത്തുമ്പോൾ അർദ്ധനഗ്നരായിട്ടാണ് എത്തുക. ശേഷം അവരുടെ മുഖം മറച്ചിട്ടുണ്ടാവും. ദേഹമാസകലനം കരിയോയിൽ പോലുള്ള ദ്രാവകം പുരട്ടിയിട്ടുണ്ടാവും. ഇത് പുരട്ടുന്നതെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ നാട്ടുകാരുടെയോ പോലീസിന്റെയോ പിടിയിൽ അയാൾ വഴുതി പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു ദ്രാവകം പുരട്ടുന്നത്. ഇന്നലെ തന്നെ പുന്നപ്പറയിലെ യുവാവിന് ഇയാളെ പിടികൂടാൻ കഴിയാഞ്ഞതും ഈ ദ്രാവകം കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇയാൾ നിന്ന് വഴുതി പോവുകയാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ ഇവർ പുറത്തുന്ന ഒരു മോശ രീതി എന്ന് പറയുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറത്തു വന്ന് ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ താരതമ്യേന ദുർബലമായിട്ടുള്ള അടുക്കളവാതിൽ വഴി ആക്രമിച്ച് അകത്ത് കയറുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഈ രീതികളെല്ലാം മോഷണങ്ങളിൽ കവർച്ചകളിൽ കണ്ടതോടുകൂടിയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്നത്. നിലവിൽ എന്തായാലും ആലപ്പുഴ DYSP മധുവിന്റെ നേതൃത്വത്തിൽ ഒരു 7-അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ 7-അംഗ സംഘം കഴിഞ്ഞ ഏതാനും നാളുകളായി അന്വേഷണം നടത്തി വരികയാണ്. നിലവിൽ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ തമിഴ്നാട് പോലീസിന് ഈ സംഘം കൈമാറിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആരെങ്കിലും ആണോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. പണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്ന തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു ഈ കുർവാ സംഘം എന്ന് പറഞ്ഞ രീതിയിൽ കേരളത്തിൽ പലയിടങ്ങളിൽ മോഷണം നടത്തിയത്. എന്നാൽ ഇന്ന് ഈ തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് മാത്രമുള്ളവരല്ല, ഇവരൊരു അതായത് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു മോഷണ സംഘം ഒന്നായി ചേർന്നു വന്നാണ് മോഷണങ്ങൾ നടത്തുന്നത്. ഇത് ഇവർ തന്നെയാണോ എന്നുള്ള കാര്യം ഇനിയും പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസം 28-നാണ് ആദ്യമായി ഈ കുർവാ സംഘം എന്ന് തോന്നുന്ന സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഈ മോഷണ സംഘത്തെ പറ്റിയുള്ള ആദ്യ വിവരങ്ങൾ ലഭിക്കുന്നത്. അന്ന് മുതൽ ഇത്രയും ദിവസമായിട്ടും ഇതുവരെ ഇത് കുർവാ സംഘമാണോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ പോലും പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വലിയ വീഴ്ചയാണ്. എന്തായാലും ഇന്ന് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം കൂടി തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളെല്ലാം തന്നെ അധികം ഒരു രീതിയിലാണ്. കുട്ടികളും മാതാപിതാക്കളും എല്ലാം തന്നെ ആലപ്പുഴയിൽ വന്ന് താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് പങ്കുവെക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇതൊരു കുർവാ സംഘമാണോ എന്നുള്ള കാര്യം പോലും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ആതിര, ശരി, എന്തായാലും ആലപ്പുഴയിൽ ഇത് രണ്ടാം തവണയാണ് കുർവാ സംഘം എന്ന് സംശയിക്കുന്ന സംഘം എത്തുന്നത് എന്നുള്ളതാണ്. ഇവരുടെ മോഷണ രീതി, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുർവാ സംഘത്തിനോട് സാമ്യമുള്ളത് ആണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇന്നലെ ഇപ്പോൾ ഇവർ ഈ മോഷണത്തിനിടയ്ക്ക് ഒരാളെ ആക്രമിച്ചു എന്നുള്ളതും
വളരെ പ്രധാനപ്പെട്ട ആശങ്ക കൂട്ടുന്ന കാര്യം തന്നെയാണ്. എറണാകുളത്തും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനീഷ് ഐഷ മാത്യുവും സഹിൻ ആന്റണിയും.